ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റേതാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രതാപേട്ടൻ ജീവിക്കണം. എനിക്ക് ജീവിച്ചിരിക്കുന്ന പ്രതാപേട്ടനെ വളരെ അകലെ നിന്നെങ്കിലും കാണണം. അതിനുവേണ്ടി എന്ത് സഹായത്തിന് ഞാൻ തയ്യാറാണ്. നീ വിദ്യാഭ്യാസ മന്ത്രിയെ അപമാനിച്ചത്. വിദ്യാഭ്യാസവും സംസ്കാരമില്ലാത്ത നിങ്ങളെയൊക്കെ ഏത് പാർട്ടിക്കാരാ മന്ത്രിയാക്കിയത്? എടി, നിനക്ക് ജയിലിനകത്തൊന്നും കിടന്നത് പോരടി. പിന്നെ നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? നിനക്ക് ജീവനോട് ഇരിക്കണമെന്ന് മോഹമില്ലേടി? ജീവന്റെ ഹോൾസെയിൽ ബിസിനസ് ഇപ്പൊ നിങ്ങൾക്കാണോ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയ്ക്കോ, അല്ലെങ്കിലേ മന്ത്രി കസേരയിൽ കയറാൻ പറ്റില്ല. ദഹിപ്പിക്കുന്ന നോട്ടൊന്നും നോക്കണ്ട, ഇറങ്ങി പോവാനാ പറഞ്ഞത്. നിന്റെയൊക്കെ അവസാനം അടുത്ത സൂചനയാ ഇതൊക്കെ. സാർ ഇവിടെ സുഖമില്ലാതെ കിടക്കുക. ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഒന്ന് ഇറങ്ങി പോവോ വെളിയില്. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെയാ അവർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാ നമുക്ക് അവരെ പിടിക്കാൻ പറ്റാത്ത. ഇനി അമ്മയുടെയും മകന്റെ ഒക്കെ അഹങ്കാരം കൂടത്തേ ഉള്ളൂ. അധികാരമല്ലേ ഇപ്പൊ കൈയിരിക്കുന്ന. ഇപ്പൊ എല്ലാം വളരെ ക്ലിയർ അല്ലേ? എല്ലാം നമുക്ക് വ്യക്തമായില്ലേ? അവർക്ക് മന്ത്രിയാവാൻ വേണ്ടി അവരമ്മയും മകനും ചേർന്ന് സാറിനെ വീഴ്ത്തിയത്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. സ്ഥാനമാനങ്ങൾക്കും സ്വത്തിനും വേണ്ടി അംബികയും മകനും കൂടി ആരെയും കൊല്ലാനും മടിക്കില്ല. അച്ഛനെ വലിയ പേടിയായിരുന്നു അവർക്ക്. പക്ഷേ ഇനിയുള്ള സമയങ്ങളില് സാറിന്റെ കാര്യത്തില് നമുക്ക് നല്ലോണം ശ്രദ്ധ വേണം. കാരണം സാറിപ്പോ ചലിക്കാൻ പോലും ആവാതെ കിടക്കുന്ന ഒരു പേഷ്യന്റാ. ഇപ്പോഴും അച്ഛന്റെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണം. ആ ആള് അച്ഛനെ സ്നേഹിക്കുന്ന ആളായിരിക്കണം. ഋതുവും ഞാനും സാറിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഞങ്ങള് മാത്രം പോരല്ലോ. അതിനല്ലേ നമ്മളൊരു ഹോം നേഴ്സിനെ വെക്കുന്നത്. അമ്മ, അത് പിന്നെ ഹോം നേഴ്സിന് അത്രയും സ്നേഹം ആത്മാർത്ഥതയുണ്ടോ? ഹോം നേഴ്സിന് നമ്മുടെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. അവര് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് അംബികയോ മകനോ വന്ന് സാറിന്റെ കഴുത്ത് ഞെരിച്ചാലോ? അയ്യോ മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമാണമ്മേ, അല്ലേ? പേടികൊണ്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അച്ഛന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ അച്ഛനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെയാ വേണ്ടത്. ആ ആളായിരിക്കണം അച്ഛനെ നോക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഒരാള് ഉണ്ട്. ആ ആളെ പോലെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. നീ എന്നെ കുറിച്ചാണോ പറയുന്നേ? സംശയം എന്താ? ഡോക്ടർ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് മാത്രമേ ഇനി അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയതാ പ്രതാപേട്ടൻ. ആയിക്കോട്ടെ, അത് അംബികയുടെ ചതി, സാറിനുണ്ടായ തെറ്റിദ്ധാരണ എന്നുവെച്ച് അതിന്റെ പേരില് അമ്മ ഇപ്പോഴും സാറിനെ വെറുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അമ്മ അച്ഛന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ അളവ് ഞാൻ പറയട്ടെ. ഒരു കടലോളം. സത്യമല്ലമ്മേ, ഒരു കടലോളം സ്നേഹം അമ്മയ്ക്ക് അച്ഛനോടില്ലേ?
പ്രതാപേട്ടന് വേണ്ടി ഞാൻ മരിക്കും. പക്ഷെ ഇനി ഒരിക്കലും എന്റേതാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രതാപേട്ടൻ ജീവിക്കണം. എനിക്ക് ജീവിച്ചിരിക്കുന്ന പ്രതാപേട്ടനെ വളരെ അകലെ നിന്നെങ്കിലും കാണണം. അതിനുവേണ്ടി എന്ത് സഹായത്തിന് ഞാൻ തയ്യാറാണ്. എന്റെ അമ്മ സാക്ഷാ ദേവി. ഓക്കെ ഓക്കെ രാജു. വർമ്മ സാറിനെ കാണാൻ പറ്റുമോ സാർ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരും, അപ്പൊ കാണാം. ആ ശരി, ഒരു മിനിറ്റ്. ആ ശരി. ശരിടാ, പ്രതാപേട്ടനെ ഡിസ്ചാർജ് ചെയ്തോ? ആ ഡിസ്ചാർജ് ആയി. രാജുവെ വിളിച്ചേ, ഇപ്പൊ കൊണ്ടുവരും. റൂമൊക്കെ ക്ലീൻ അല്ലേ? ആ, ഒരു തരി പൊടി പോലും കാണാൻ പാടില്ല. എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടിരിക്കുക. എന്നാലും ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ആ ശരി. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ അംബിക വർമ്മ ഇന്ത്യൻ ഭരണഘടനയോട് സത്യനിഷ്ഠ പുലർത്തുമെന്നും ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി എന്റെ ചുമതല ഭയമില്ലാതെയും പക്ഷാഭേദമില്ലാതെയും വിശ്വാസപൂർവ്വം നിർവഹിക്കുമെന്നും ദൈവത്തെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നു.